നമ്മൾ സിലോ റിഡക്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഒന്നുകൂടെ പറയാം സിലോ റിഡക്ഷൻ എന്താന്ന്. നമ്മളുടെ ഓംഫിലോസിയിൽ വലിയ ഡിഫക്റ്റ് ആണ്, അല്ലെങ്കിൽ കുഞ്ഞതല്ല, അത്യാവശ്യം നല്ല പോലെ അബ്ഡോമിനൽ കണ്ടൻസ് വെളിയിലേക്ക് ഹെർണിയേറ്റ് ചെയ്തെങ്കിൽ ഒറ്റയടിക്ക് അതിനെയൊക്കെ തള്ളി അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അബ്ഡോമിനൽ ക്യാവിറ്റി ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ആ ഒരു സമയത്താണ് നമ്മൾ സ്റ്റേജ് റിഡക്ഷൻ അല്ലെങ്കിൽ സിലോ റിഡക്ഷന് വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ സിലോ റിഡക്ഷനിൽ നമ്മൾ ചെയ്യുക, ഈ ഹെർണിയേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഒരു സിലോ ബാഗിൻ്റെ ഉള്ളിലേക്ക്, സിലോ ബാഗ് ഇസ് എ സിന്തറ്റിക് മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റിയ ശേഷം ഈ പ്ലാസ്റ്റിക് ബാഗിലൊക്കെ നമ്മൾ സാധനങ്ങൾ ഇട്ട് വെക്കില്ലേ, അതുപോലെ ഇട്ട് വെച്ച ശേഷം അത് അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പോവാതെ ഇരിക്കാനായിട്ട് അബ്ഡോമിനൽ വാളുമായിട്ട് ഈ ഒരു സിലോ ബാഗ് നമ്മൾ സ്യൂച്ചർ ചെയ്യും. അപ്പോൾ അത് ഇൻടാക്റ്റായി, ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവില്ല അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിലോ ബാഗിനെ കുട്ടി കിടക്കുന്ന ഇൻക്യുബേറ്ററിൻ്റെ റൂഫിൽ കെട്ടിഞ്ഞാത്തിയിടും. അങ്ങനെ കെട്ടിഞ്ഞാത്തിയിടുമ്പോൾ എന്താ ഉണ്ടാവുക, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം പതിയെ സിലോ ബാഗിൻ്റെ ഉള്ളിലെ കണ്ടൻസായ ഇൻഡസ്റ്റൈനൊക്കെ പതിയെ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് ഉള്ളിലേക്ക് കയറി തുടങ്ങും അല്ലേ. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഇവിടെ നമ്മളെ ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുക. സോ അങ്ങനെ കെട്ടിഞ്ഞാത്തി ഇടുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം പതിയെ കണ്ടൻസ് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് കയറും. ഇനി നമ്മൾ എല്ലാ ദിവസവും ഈ സിലോ ബാഗ് പോയിട്ട് നോക്കും. സിലോ ബാഗ് പോയിട്ട് നോക്കുമ്പോൾ ഓരോ ദിവസവും സിലോ ബാഗിലെ അബ്ഡോമിനൽ കണ്ടൻസിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും, കാരണം കുറച്ചുള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ സിലോ ബാഗ് മേളിൽ നിന്ന് ഇപ്പോൾ ഇന്നത്തെ ദിവസം കുറഞ്ഞ എത്രയാണോ അത്രയും മടക്കിയിട്ട് ഒന്നുകൂടെ തുന്നി വീണ്ടും കെട്ടിഞ്ഞാത്തിയിടും. വീണ്ടും പോയിട്ട് പിറ്റേ ദിവസം നോക്കും, അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ എന്താ ചെയ്യുക, സിലോ ബാഗ് ഒന്നുകൂടെ മടക്കി തുന്നി സ്യൂച്ചർ ചെയ്ത ശേഷം വീണ്ടും കെട്ടിഞ്ഞാത്തിയിടും. അങ്ങനെ കുറേ ദിവസങ്ങളാവുമ്പോൾ ആ സിലോ ബാഗിലെ കണ്ടൻസ് പതിയെ കുറഞ്ഞ് ഓൾമോസ്റ്റ് ഫുള്ളി നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കുള്ളിലേക്ക് കയറി പോകും. ആൻഡ് ഫൈനലി ദ അബ്ഡോമിനൽ വാൾ ക്യാൻ ബി ക്ലോസ്ഡ്. സോ ഇതാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് എയിംസിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി വിച്ച് ഇസ് സിലോ റിഡക്ഷൻ. സിലോ റിഡക്ഷൻ ക്ലിയർ ആയി എന്നെനിക്ക് തോന്നുന്നു. ഇതിന് മുമ്പ് നമ്മളൊരു പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു വിച്ച് ഷോസ് ദ സിലോ ബാഗ്. ഇതാണ് സിലോ ബാഗ്. ഈ ഒരു ബാഗിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു കണ്ടൻസ് മുഴുവൻ കയറ്റിയ ശേഷം താഴെ അബ്ഡോമിനൽ വോളുമായിട്ട് ഈ ഒരു സിലോ ബാഗ് നമ്മൾ സ്യൂച്ചർ ചെയ്യും. ഇതിൻ്റെ മേളിലും നമ്മൾ സ്യൂച്ചർ ചെയ്യും. അതിനുശേഷം ഈ സാധനത്തിന് മേൾഭാഗം ഇത് ഒരു സ്യൂച്ചറും കൊണ്ട് ഇൻക്യുബേറ്ററുമായിട്ട് കെട്ടിഞ്ഞാത്തിയിടും. ഓരോ ദിവസവും കണ്ടൻസ് കുറയുന്നതനുസരിച്ച് ഈ മേൾഭാഗം മടക്കി ഒന്നുകൂടെ സ്യൂച്ചർ ചെയ്ത് വീണ്ടും നമ്മൾ ഇതിനെ ഹാങ് ചെയ്യും. അങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സഹായത്തോടെ ദ അബ്ഡോമിനൽ കണ്ടൻസ് ആർ റിഡ്യൂസ്ഡ് ബാക്ക് ഇൻ ടു ദ അബ്ഡോമിനൽ ക്യാവിറ്റി. So let's read what happens in silo reduction. The defect is first placed in a sac which is known as silo. It is made up of a synthetic material. Commonly the name is mercilene. Mercilene എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് മെറ്റീരിയൽ, അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള വേറെ സിന്തറ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഈ സിലോ ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. The silo bag is then sutured into the fascia or the full thickness of the abdominal wall around the defect and tied with a tape at the top to form a pouch. So എന്താ ചെയ്യുക, ഈ ഒരു സാക്കിലേക്ക് സാധനങ്ങൾ കയറ്റിയ ശേഷം ആ ബാഗിനെ അബ്ഡോമിനൽ വാളിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ടൈ അപ്പ് ചെയ്യും. അതിനുശേഷം ആ ബാഗിൻ്റെ മേളിൽ നമ്മൾ ഒന്ന് സ്യൂച്ചർ ചെയ്യും. എത്രയേ ഉള്ളൂ. The sac is sutured into the fascia or the full thickness of the abdominal wall around the defect and tied with tape at the top to form a pouch. ഒരു പൗച്ച് പോലെ ഇതിനെ ആക്കും. The area where the sac is in contact with the skin is protected from infection by a antiseptic solution. സോ നമ്മൾ താഴെ അബ്ഡോമിനൽ വാളുമായിട്ട് സ്യൂച്ചർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പോർഷനിൽ ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ കൊണ്ട് അതിനെ ഒന്ന് റാപ്പ് ചെയ്യും.
The top of the sac is supported from the top of the incubator. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഈ ഒരു സാക്കിനെ നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെ മേൽക്കൂരയിൽ നിന്നും കെട്ടിഞ്ഞാത്തി താഴേക്ക് ഇടും. The sac is gradually reduced in size by tying new tapes at the lower levels closer to the abdominal wall. ഇതിനു മുമ്പ് ഒരു പോയിന്റ് നിങ്ങൾ എഴുതി ചേർക്കുക. The abdominal contents are gradually reduced into the abdominal cavity due to the gravitational force. അതൊന്നും ഇവിടെ എഴുതി ചേർക്കാൻ മറക്കണ്ട. The abdominal contents are gradually reduced into the abdominal cavity by the gravitational force. അതിനുശേഷമാണ് ഈ ലാസ്റ്റ് പോയിന്റ് വരിക. The sac is gradually reduced in size by tying new tapes at lower levels closer to the abdominal wall. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ സാക്കിനെ ഒന്ന് മടക്കി വീണ്ടും ഒന്ന് ടൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്. ദ സാക്ക് ഇസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ് ഇൻ സൈസ് ബൈ ടൈയിങ് ന്യൂ ടേപ്സ് അറ്റ് ലോവർ ലെവൽസ് ക്ലോഷർ ടു ദ അബ്ഡോമിനൽ വാൾ. Since the abdominal wall is gradually stretched as the contents of the omphaloceal are slowly and gently pushed into the abdominal cavity without excess pressure placed on the diaphragm or the inferior vena cava. സോ ഇവിടെ സംഭവിക്കുക, ഗ്രാജുവലി ഈ കണ്ടൻസ് ഒക്കെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കുള്ളിലേക്ക് കയറും. അപ്പോൾ അബ്ഡോമിനൽ വാള് നോർമലി സ്ട്രെസ്ഡ് ആവും. ഒറ്റയടിക്ക് പുഷ് ചെയ്യുമ്പോൾ ദർ ക്യാൻ ബി പ്രഷർ ഓൺ ദ ഡയഫ്രം ആസ് വെൽ ആസ് ദ ഇൻഫീരിയർ വീന കാവ. ദിസ് ക്യാൻ ബി അവോയ്ഡഡ്. ക്ലിയർ ആയി എന്നെനിക്ക് തോന്നുന്നു. സോ സിലോ റിഡക്ഷൻ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറയാം, സിലോ റിഡക്ഷൻ ചെയ്യുന്നത് ലാർജ് ഡിഫക്റ്റിലാണ്. വേർ we cannot shift out the entire contents into the abdominal cavity. സിലോ റിഡക്ഷനിൽ ചെയ്യുക, ആ ഓംഫലോസീലിലെ കണ്ടൻസ് ഒക്കെ ഒരു സിലോ ബാഗിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. സിലോ ബാഗ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിന്തറ്റിക് മെറ്റീരിയൽ, കോമൺലി മെർസിലിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബാഗിൻ്റെ ഉള്ളിലേക്ക് അബ്ഡോമിനൽ കണ്ടൻസിനെ മുഴുവൻ കയറ്റിയ ശേഷം നമ്മൾ എന്താ ചെയ്യുക, അബ്ഡോമിനൽ വാളുമായിട്ട് ഈ ഒരു ബാഗ് നമ്മൾ സ്യൂച്ചർ ചെയ്യും. ദാറ്റ് ഇസ് ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് ഡിസ്ലോച്ച്മെൻറ്റ്. ഇത് സ്യൂച്ചർ ചെയ്തതിന് ശേഷം ആ ഒരു സ്യൂച്ചർ ലൈനിൽ എപ്പോഴും ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻ പരട്ടും ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ താഴത്തെ പോർഷൻ സെക്യൂറായി അല്ലേ. മേളത്തെ പോർഷനും നമ്മൾ ഒന്ന് മടക്കി, ആ ബാഗിൻ്റെ ഏറ്റവും മേളത്തെ പോർഷൻ നമ്മളൊന്ന് മടക്കി അവിടെയും സ്യൂച്ചർ ചെയ്യും. അതിനുശേഷം ദിസ് ഇസ് ഹാങ് ടു ദ ടോപ്പ് ഓഫ് ദ ഇൻക്യുബേറ്റർ. അപ്പോൾ ഇൻക്യുബേറ്ററിൽ നിന്നും താഴേക്ക് ഇതിനെ കെട്ടി ഞാത്തിയിടും. ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ദ അബ്ഡോമിനൽ കണ്ടൻസ് ആർ ഗ്രാജുവലി reduced into the abdominal cavity. As the contents of the sac is reduced, we reduce the size of the sac by tying new tape at the top of the sac. So ഓരോ ദിവസം സാക്ക് നോക്കിയ ശേഷം അതിൻ്റെ ലെവൽ കുറയുന്നതനുസരിച്ച് അതിനെ റീസ്യൂച്ചർ ചെയ്യും. എഗെയിൻ ഇറ്റ് ഇസ് ഹാങ് ടു ദ റൂഫ് ഓഫ് ദ അബ്ഡോമൻ. Here, gradually, the contents are reduced in the abdominal cavity with the help of the gravitational force. The abdominal wall is gradually stressed and we can avoid undue pressure on the diaphragm or the inferior vena cava. So, this is how we repair an omphaloceal. ഇതാണ് കുഞ്ഞ് സർജറീസിൽ നമ്മൾ ചെയ്യുക. എക്സസൈസ് ചെയ്യും. എക്സസൈസ് ചെയ്തതിന് ശേഷം ഓൾ ദ കണ്ടൻസ് ആർ പുഷ്ഡ് ഇൻ ടു ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അതിനുശേഷം സ്യൂച്ചർ ചെയ്യും. ദിസ് ഇസ് നോട്ട് പോസിബിൾ ഇൻ എ ലാർജ് ഡിഫക്റ്റ് വേർ വി വിൽ ഗോ ഫോർ ഗ്രാജുവൽ റിഡക്ഷൻ ഓർ സിലോ റിഡക്ഷൻ. സോ ഇതാണ് സിലോ റിഡക്ഷൻ. ഇതാണ് നമ്മുടെ സിലോ ബാഗ്. സിലോ ബാഗിൻ്റെ ഉള്ളിലേക്ക് കണ്ടൻസ് ഒക്കെ കയറ്റും. ഇവിടെ താഴെ അതിനെ സ്യൂച്ചർ ചെയ്യും. അതുപോലെ തന്നെ മേൾ ഭാഗവും സ്യൂച്ചർ ചെയ്യും. എന്നിട്ട് ഇതിനെ ഇൻക്യുബേറ്ററിൻ്റെ മേളിലേക്ക് ഞാത്തിയിടും. ഓരോ ദിവസം കണ്ടൻസ് പതിയെ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് ഉള്ളിലേക്ക് കയറുന്നതനുസരിച്ച് നമ്മൾ ഈ ഒരു മേൾ ഭാഗം റീസ്യൂച്ചർ ചെയ്ത് വീണ്ടും അതിനെ ഹാങ് ചെയ്യും. ആൻഡ് വിത്തിൻ ഫ്യൂ ഡേയ്സ് അല്ല, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, മേ ബി ഇറ്റ് മേ ടേക്ക് വീക്സ്. അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഓൾ ദ കണ്ടൻസ് വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് ദ അബ്ഡോമിനൽ വാൾ ക്യാൻ ബി സ്യൂച്ചേർഡ്. ഇതിൻ്റെ ഗുണം, we can avoid any kind of undue pressure on the diaphragm or the inferior vena cava.
So this is about the treatment of omphalosil. Hope you are clear. If there are any doubts, please contact me. Wish you a good